ഹായ്, ഞാൻ ബൈജു ജീസൺസ് ഗോൾഡ് കമ്പിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് താലിച്ചെയിൻ, നല്ല ഉറപ്പുള്ള താലിച്ചെയിനും പിന്നെ കുറച്ച് ഉറപ്പ് കുറഞ്ഞ താലിച്ചെയിനും, അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് സൈസ് ചെയിനുകളുണ്ട്. അതിൽ ഏറ്റവും പെർഫെക്റ്റ് ചെയിനുകളാണ് നമ്മളെ ഷോപ്പിൽ വെക്കാറ്. വേറൊന്നുമല്ല, കാരണം നമ്മളെ സാധനം വാങ്ങുന്നവരൊക്കെ അത്രയും പരിചയമുള്ള ആൾക്കാരാണ്. പൊട്ടി നാളൊരു കംപ്ലൈൻറ്റ് വരുമ്പം നമ്മൾ മോശമാവാൻ പാടില്ല, അവർക്കൊരു ബുദ്ധിമുട്ടാൻ പാടില്ല. അതുകൊണ്ട് കൂട്ടത്തിൽ ഏറ്റവും ഉറപ്പുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ സ്റ്റോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഉറപ്പുള്ള സാധനത്തിൽ നല്ല ഉറപ്പുള്ളതും കുറച്ച് ഉറപ്പ് കുറവും തീരെ ഉറപ്പില്ലാത്തതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഇത്രയും വെറൈറ്റി ചെയിനുകൾ നമ്മളിക്കുണ്ട്. ശരിക്കും ഇതൊന്നുമല്ലേ, ഇതിനേക്കാൾ ആയിരക്കണക്കിന് ചെയിനുകളുണ്ട്. പക്ഷേ കൂട്ടത്തിലെ പെർഫെക്റ്റ് സാധനമാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചെയിൻ നോക്കിക്കേ. അപ്പോൾ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് ഇത് നോക്കിയട്ടെ. ഇത് ദോഹ എന്ന് പറയുന്ന ഒരു ചെയിനാണ്. ഇത് വെച്ചാൽ പരന്നിട്ടാവുള്ള മേത്ത് പറ്റി നിൽക്കും. അതുകൊണ്ടെന്നറിയാമോ, ഇടാൻ നല്ല സുഖമായിരിക്കും. നമ്മൾ ഈ ചില സമയത്ത് മേത്തിങ്ങനെ അമർന്നിട്ടുള്ള ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം പരന്നതായതുകൊണ്ട് ഈ സാധനം നല്ലതാണ്. പിന്നെ ഉറപ്പിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, ഒരു 10ൽ എനിക്കൊന്നൊരു 8 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. ദോഹ എന്നാണ് നമ്മളിട്ട പേര്. പിന്നെ പല സ്ഥലത്തും പല പേരുണ്ട്. താലിച്ചെയിന് ബെസ്റ്റ് സാധനമാണ്, കാരണം നല്ല കാഴ്ചയുണ്ടാവും. നിങ്ങളിപ്പോൾ കണ്ടത് 3 പവൻ്റെ ദോഹ ചെയിനാണ്, അതിൻ്റെ കാഴ്ചയാണ് ഇത് കേട്ടോ. ഇതിൻ്റെ പേര് സംഘം ചെയിനാണ്. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോഴേക്കും ഫുൾ കമ്പിയാണെന്ന് വിചാരിക്കുക. പക്ഷേ ഇത് കമ്പിയല്ല, ഇത് പൈപ്പാണ്. പൈപ്പ് മടഞ്ഞെടുത്ത് ഉണ്ടാക്കുന്ന ഒരു മോഡൽ ചെയിനാണ് ഈ സംഘം ചെയിന്. ഇത് 3 പവനേ ഉള്ള, നല്ല വണ്ണമുണ്ട്. പിന്നെ നമ്മൾക്ക് ഇന്ന് അത്യാവശ്യം ആൾക്കാരെല്ലാം വാങ്ങുന്നുണ്ട്. പിന്നെ 3 പവന് നല്ല കാഴ്ചയുണ്ട്. പക്ഷേ എന്താണെന്ന് ഞാൻ പറയാമല്ലോ, ഇത് പൈപ്പായതുകൊണ്ട് അഥവാ കുട്ടികളുണ്ടെങ്കിൽ ഒരു കടി അടിച്ചിട്ടുണ്ടെങ്കിലല്ല ചപ്പാത്തി പോലെയാവും, അങ്ങനത്തെ ഒരു സാധനമായത്. അപ്പോൾ ഇതിൻ്റെ ഗ്ലാമർ നല്ല ഗ്ലാമറാണ്. പിന്നെ ഇതിൻ്റെ ഉറപ്പിന് കൊടുക്കാൻ പറ്റുന്ന മാർക്ക് വെച്ചാൽ 10ൽ എനക്കൊന്ന് ഒരു 6 പറ്റും തോന്നും. നല്ല യൂസിങ് ആണെങ്കിൽ 10ൽ 9 നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ അഥവാ ഒന്ന് പിടിച്ചൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒതുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അല്ലാത്ത പക്ഷം ഇത് കുറേ കാലം ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ കേട്ടോ. അപ്പോൾ 10ലൊരു 6 മാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സവിതം എന്ന് പറയാം. ഇതാണ്ട, ഇത് പണ്ട് മുതലേ ഉള്ള സാധനം, പണ്ട് പ്രായമുള്ളവരിൽ യൂസ് ചെയ്ത സാധനമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് വരുമ്പോൾ വെച്ചാൽ ചെയിൻ തന്നെയാണെങ്കിലും ഇത് കുറച്ചുകൂടി നൈസായി, കുറച്ചുകൂടി കാഴ്ച കൂടി. അതുകൊണ്ട് ഉറപ്പ് നമുക്ക് വലിയ ഉറപ്പ് പറയാൻ പറ്റുമല്ലോ. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് 10ൽ എന്തായാലും ഒരു 8 മാർക്കിലൊക്കെ പോകാൻ പറ്റുന്ന ഉറപ്പുള്ള ഒരു സാധനമാണ് സവിതം ചെയിന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ളൊരു മോഡലാണ് ഇത്. ഇന്നും ആൾക്കാർ വാങ്ങുന്ന നല്ല ഡിമാൻഡുള്ള ചെയിൻ തന്നെയാണ് ഇത്. താലി ചെയിനിന് പറ്റിയ സാധനമാണ്. ഈ സവിതം ചെയിനിൻ്റെ ന്യൂ ജെൻറെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സവിതം ചെയിനിൻ്റെ ന്യൂ ജനറേഷൻ. വേറൊന്നുമല്ല, സവിതം ചെയിന് പോലെ തന്നെ. പക്ഷേ എന്താണ്, അതിൻ്റെ ഇടയിൽ 2 കട്ട വെച്ചതുകൊണ്ട് സവിതം കട്ട എന്നാണ് ഇതിന് പേര് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കട്ടേൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഈ കട്ടേൻ്റെ ഇടയിൽ ഈ മുടി രോമം, ഇതഞ്ചത്തുള്ള രോമെല്ലാം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഇതിന് കുറച്ചൊരു നെഗറ്റീവ് പറയാനുള്ളൊരു കാര്യമാണ്. പക്ഷേങ്കിൽ ഇത് കാണാൻ നല്ല സുന്ദരനാണ്, കാരണം മറ്റേത് ഒറ്റ ലൈനാണ്. ഇതിൽ കട്ട വരുന്നതുകൊണ്ട് ആ കട്ടേൻ്റെ സ്റ്റൈൽ കൂടി ഉള്ളതുകൊണ്ട് സാധനം സുന്ദരനാണ്. അതുകൊണ്ട് ഇതിന് നല്ല ഡിമാൻഡുണ്ട്. കല്യാണത്തിന്, താലിച്ചെയിനൊക്കെ ഇത് ഏറ്റവും കൂടുതൽ പോകുന്നൊരു മോഡലാണ്. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉപയോഗിക്കുന്ന ഒരു മോഡലും കൂടി എനിക്ക് പറയാനുള്ള. അടുത്തത് സച്ചിൻ ചെയിനാണ്. സച്ചിൻ ചെയിന് പൊതുവേ യൂസ് ചെയ്യുന്നത് ആണുങ്ങളാണ്, കല്യാണത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. നല്ല കാഴ്ചയുള്ളൊരു മോഡലാണ്. ഇത് 2 പവനേ ഉള്ളൂ ഈ സാധനം. ഭയങ്കര കാഴ്ചയാണ്. പിന്നെ ഉറപ്പാണെങ്കിൽ എനിക്കൊന്ന് മോശം ഒന്നുമില്ല. ഞാനിട്ടതും സച്ചിനാണ്. ഇത് സത്യം പറയല്ല, പിടിച്ചു വലിച്ചാലും അങ്ങനെ പൊട്ടൊന്നുമില്ല. ആള് പൈപ്പാണ്. നമ്മൾ വിചാരിക്കും ഇത് ഫുൾ കട്ടി കമ്പിയാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും തെറ്റിദ്ധാരണയാണ്. ഇത് പൈപ്പാണ്, ഉള്ളു പൊള്ളയാണ്. പക്ഷേ ഉറപ്പ് മോശമില്ല. ഇത് മേത്ത് പറ്റി നിൽക്കുന്നതുകൊണ്ട് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ റഫ് യൂസ് ചെയ്തിട്ടും എൻ്റെ ചെയിന് വലിയ മോശമൊന്നും വന്നിട്ടില്ല. എന്തായാലും ഇതിന് ഉറപ്പിൻ്റെ കാര്യത്തിൽ മാർക്കുണ്ട്. ഞാൻ 10ൽ 9 കൊടുക്കും. സാധനം പൊള്ളയാണെങ്കിലും ഞാൻ പറയില്ല, 10ൽ 9 കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. വേറൊന്നല്ല, ഇത് കിടക്കുമ്പോൾ എന്തായാലും ഇതിന് ഒന്നും പറ്റുന്നില്ല. പിന്നെ ഉറപ്പും അത്യാവശ്യമുണ്ട്. പിന്നെ കാഴ്ച നല്ല കാഴ്ചയുള്ളത് കൊണ്ടാണ് ഇതിന് ഞാൻ 10ൽ 9 മാർക്ക് കൊടുക്കുന്നത്. കാരണം അതൊരു നല്ല കാര്യമാണ് കസ്റ്റമേഴ്സിൻ്റെ. കാരണം കുറച്ച് കാഴ്ചയായി അത്യാവശ്യം ഉറപ്പുള്ള സാധനമാണ് സച്ചിൻ. ഇതിൻ്റെ തന്നെ സേവ വരുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് സേവാഗ്. പണ്ട് സച്ചിനും സേവാഗും കളിക്കുന്ന സമയത്ത് അവരെ പേരിൽ ഇട്ടതാണെങ്കിലും സാധനം അവരെ പോലെ തന്നെ കേട്ടാ നല്ല സ്ട്രോങ് ആണ്. ഞാൻ സച്ചിനെ പറഞ്ഞല്ലോ, സച്ചിൻ ജയനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏതാണ്ട് സേവാഗ് ജയനും. ആള് പുലിയാണ്, താലിച്ചേനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആണുങ്ങളും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ആണുങ്ങൾക്ക് പണിക്കാൻ പറ്റുന്ന അടിപൊളി മോഡലാണ്. 10ൽ 9 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന, ഉറപ്പിൻ്റെ കാര്യത്തിലും സ്റ്റൈലിൻ്റെ കാര്യത്തിലും ബർക്കത്തും ഒക്കെ വെച്ച് 10ൽ 9 കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ചെയിനാണെന്നാണ് എനിക്ക് പറയാനുള്ള. ഇത് തന്നെ ന്യൂ ജെൻ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഡബിൾ സച്ചിൻ എന്ന് പറയും. അതായത് സച്ചിൻ സാധാരണ ഓരോരോ കണ്ണിയാണെങ്കിൽ ഇത് ഡബിൾ സച്ചിൻ, 2 കണ്ണി ഡബിളായിട്ട് വരുന്നൊരു സാധനമാണ്. പക്ഷേ ഇതെന്തായാലും സച്ചിൻ്റെ സേവാഗിൻ്റെ ഉറപ്പില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും ഞാൻ പറയാം 10ൽ ഒരു 8 മാർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടി കാണാൻ നല്ല സുന്ദരനാണ്. കാരണം അടുക്കടുക്ക ഇങ്ങനെ വരുന്നതുകൊണ്ട് കാണാൻ സുന്ദരനാണ്. ഇനി ഇതിൻ്റെ അനിയൻ സേവാഗ് അറിയാലോ, നമ്മളെ സച്ചിനും സേവാഗ് പോലെ തന്നെ അത് ഡബിൾ സച്ചിൻ, ഇത് ഡബിൾ സേവാഗ്. നമ്മൾ മാർക്ക് 10ൽ 8 മാർക്കിനെ പറ്റിയ സാധനം തന്നെ അത്. ഇതിനെപ്പറ്റി അധികം പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് എസ് ചെയിനാണ്. എസ് ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ ഉള്ള മോഡലാണ്. ഇത് എസ് പ്ലെയിൻ എസ് വരുന്നുണ്ട്, മില്ലർ വരുന്നുണ്ട്. മില്ലർ എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വര വരുന്ന എസ്, അങ്ങനെ ഒരുപാട് മോഡൽ എസ് ചെയിൻ വരുന്നുണ്ട്. താലിച്ചെയിൻ എല്ലാവരും കൊണ്ടുവന്നൊരു സാധനമാണ്. പിന്നെ ഇതിൽ ഞാൻ കണ്ട ഒരു നെഗറ്റീവ് വെച്ചാൽ ഇതിങ്ങനെ പിരിയും. കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവം ഇതിനുണ്ട്. അല്ലാത്ത പക്ഷേ ഇത് മേത്ത് പറ്റി കിടക്കുന്ന ഒരു മോഡലാണ്. പക്ഷേ പിരിഞ്ഞ് പിന്നെ വയസ്സാകുമ്പം കുറച്ച്, അതായത് ഇതിന് പ്രായമാകുമ്പോൾ ഇത് കുറേ കാലം ഉപയോഗിക്കുമ്പോൾ, അതാണ് ഞാൻ വയസ്സാകുമ്പോൾ ഉദ്ദേശിച്ചത്. പ്രായമാകുമ്പം ഇതിൻ്റെ സൗന്ദര്യം നന്നായി പോകുന്നൊരു പ്രശ്നമുണ്ട്. ബാക്കി സച്ചിനും സേവാഗിനൊന്നും പ്രശ്നമില്ല. അതെല്ലാം കണ്ണി വലിഞ്ഞ് വരുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ ഒരു കോലം കെടൂല. ഈ ചങ്ങായിക്ക് ഒരു കോലം കെടുന്നൊരു സ്വഭാവം ഉണ്ടെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ ഒരുപാട് ആൾക്ക് കൊടുത്ത പരിചയത്തിൽ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഉറപ്പിൻ്റെ കാര്യത്തിൽ 10ൽ എനിക്ക് ഒരു 7 മാർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് എസ് ചെയിൻ എന്നുള്ളത്. പിന്നെ ഇതാണ്ട കയർ ചെയിനാണ്. കയർ ചെയിൻ പണ്ട് കാലം മുതലേ ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. ശരിക്ക് ഇതിന് മാർക്ക് കൊടുക്കുക വെച്ചാൽ 10ൽ 15 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് കയർ ചെയിനെങ്കിലും ഈ കയർ ചെയിനിന് ഞാൻ മാർക്ക് കൊടുക്കുന്നത് 10ൽ 5 കൊടുക്കും കേട്ടോ. എന്താണെന്നല്ല സംശയം, വേറൊന്നുമല്ല. ഇത് കയർ ചെയിൻ തന്നെയാണ്. പക്ഷേ ഇത് കമ്പി ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയതല്ല. ഇത് പൈപ്പാണ് സാധനം. ഇതിൻ്റെ ഉള്ളിൽ പൊള്ളയാണ്. ഒരു കടിയടിച്ചാൽ ഇത് ഒട്ടിപ്പോവും. പിന്നെ ഒന്ന് വലിച്ചാൽ ഇത് പൊട്ടാനും ചാൻസ് ഉള്ള ഒരു ചെയിനാണ് ഇത്. പൊള്ളക്കയറുന്നാണ് ഇതിന് പറയാം. എന്തായാലും കാണാൻ നമ്മുടെ കയർച്ചേര് പോലെയാണ്. പിന്നെ പൊള്ളക്കയറായതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൂക്കമുണ്ടല്ല 2 പവനേ ഉള്ളൂ. പക്ഷേങ്കിൽ 5 പവൻ്റെ കട്ടിക്കയറിൻ്റെ കാഴ്ച ഇതിനുണ്ട്. കട്ടിക്കയറെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, വെറും സ്വർണ്ണത്തിൻ്റെ കമ്പീനെ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ചെയിനാണ് കട്ടിക്കയർ ചെയിൻ. ഇത് പൈപ്പ് ഉണ്ടാക്കിയതുകൊണ്ട് പൊള്ളക്കയർ ചെയിൻ എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത്രയും കാഴ്ചയുള്ള ഒരു മോഡലായത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ പണ്ടേ കയർ ചെയിൻ ഉപയോഗിച്ച് ശീലിച്ചവരുണ്ട്. 5 പവൻ്റെ 10 പവനുള്ളൂ. കാരണം ഇന്നത്തെ വിലക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ പൊള്ളക്കയർ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് ഉപയോഗിക്കണമല്ലോ, ഉപയോഗിച്ചാൽ കുറേ കാലം ഉപയോഗിക്കുക. അതായത് കിടക്കുമ്പം ഊരി വെക്കുക, ബാക്കിയുള്ള സമയം മാത്രം ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലം ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഈ ഒരു ചെയിൻ എടുത്ത് കുറേ ഉപയോഗിച്ചു. എനിക്കൊന്ന് ഒരു 2, 3, 4 കൊല്ലം അമ്മ ഈ ചെയിൻ ഉപയോഗിച്ചിട്ടുണ്ട്. പൊള്ളയായിട്ടുള്ള കയർ ചെയിൻ യൂസ് ചെയ്തിട്ടുണ്ട്. വലിയ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇത് പൊട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ പൊട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ല. പിന്നെ വലിയാണ്ട് നോക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കയർ ചെയിൻ എന്നുള്ള നമ്മളല്ലേ ചെയിനുകളിൽ ഏറ്റവും വലിയ രാജാവ് കയർ ചെയിനാണ്. അന്തസ്സിലായാലും ഉറപ്പിലായാലും എല്ലായാലും രാജാവായിട്ടുള്ള കയർ ചെയിനാണ്. അപ്പോൾ ഈ ചെയിൻ, അതായത് ഈ പൊള്ള ചെയിൻ ഈ രീതിയിൽ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കുറേ കാലം ഉപയോഗിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നല്ല കട്ടി കയർ ചെയിന വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, മിനിമം ഈ ഒരു കാഴ്ച കിട്ടുണ്ടെങ്കിൽ 5 പവനെങ്കിലും വേണം. പക്ഷേ എന്നാൽ 5 പവൻ്റെ കയർ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ ഉപയോഗിക്കുക. അടുത്ത തലമുറക്ക് കൊടുത്താലും ഒന്നാവില്ല, അത്രയും സ്ട്രോങ് ആയിരിക്കും. അതിൻ്റെ 2 ഭാഗത്തുള്ള കണ്ണി മാറ്റേണ്ട പണിയേ ഉണ്ടാവുള്ളൂ. കാരണം അവിടെ ഒരു തേയ്മാനം വരും, കൊക്കയും തേയ്മാനം വരും. ചെയിനിന് ഒന്നും പറ്റൂല. 5 പവൻ്റെ ഒക്കെ ചെയിനാങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ മോഡൽ കണ്ടിട്ട് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടല്ല, നിങ്ങൾക്കിത് എത്ര പവൻ്റെ വേണ്ട വെച്ചാൽ ഈ മോളിക്കാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും 2-3 ദിവസം കൊണ്ട് അത് നിങ്ങളെ വീട്ടിൽ നമ്മൾ എത്തിച്ചേരുക. വേറെയും കുറേ ചെയ്യേണ്ട നിങ്ങളെ പരിചയപ്പെടുത്താൻ. ഏതായാലും വീഡിയോ കുറേ ലെങ്ത് ആയതുകൊണ്ട് തൽക്കാലം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുക. അടുത്ത വീഡിയോയിൽ ബാക്കി ചെയ്യുന്നോട് ഞാൻ പരിചയപ്പെടുത്താം. എന്നാൽ പിന്നെ ശരിയായിരിക്കും. ഓക്കെ, ബൈ.